പൊന്നാര മക്കളെ, എനിക്കെതിരെ ഭീഷണി. എന്നെ തീർക്കുമെന്നാണ് ചില ഭീഷണി. ഒരു കാര്യം പറയുകയാണ്, ഒരു വീഡിയോ എൻ്റെ വാട്സപ്പിലും ഇൻസ്റ്റഗ്രാമിലും എനിക്ക് അയച്ചു തന്ന് പറയുകയാണ്, ഇനി മുതൽ ആദില നൂറ റിലേറ്റഡായി നീ കോണ്ടന്റ് ഇട്ട് കഴിഞ്ഞാൽ നിന്നെ ഞങ്ങൾ തീർക്കുമെന്നാണ് ചിലർ പറയുന്നത്. അവർക്ക് എല്ലാവർക്കുമുള്ള ഒരു ചുട്ട മറുപടിയാണ് ഞാൻ ഇന്ന് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് അയച്ചു തന്ന വീഡിയോ ആദ്യം ഞാനിപ്പോൾ പ്ലേ ചെയ്യാം. അതിനുശേഷം എന്തുകൊണ്ടാണ് ഞാൻ ആദില നൂറ റിലേറ്റഡായി വീഡിയോ ഇടുന്നു, എല്ലാവർക്കുമുള്ള ഒരു ഉത്തരം ഞാൻ തരാം. ഓക്കെ സാർ, അത് ഫാമിലി ഇഷ്യൂലോട്ടാണ് വന്നത്. അപ്പോൾ പുള്ളി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ സാർ, ഞാൻ കിഡ്നാപ്ഡ് ആയിട്ടുണ്ട്, അങ്ങനെ കുറേ ട്രോമാസ് ഉണ്ട്. അതിൽ വന്നിട്ട് ഇതൊക്കെ നിങ്ങളുടെ തോന്നലാണെന്നൊക്കെ പറയുമ്പോൾ ഞാൻ എന്താ കാണിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ മാത്രമല്ല, ഇവിടെ ഞങ്ങൾ വന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല ലാലേട്ടാ, തോന്നലാണ് എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ വളരെ നല്ല രീതിയിലാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ പാരൻസിന് ഇഷ്ടമാണ്, പക്ഷെ ചില കാര്യങ്ങൾ എല്ലാ പാരൻസും ഇങ്ങനെയല്ല. പക്ഷേ മോശമായിട്ടുള്ള ആൾക്കാർ ലോകത്തുള്ളത് പോലെ തന്നെ ഇപ്പോൾ പാർട്ട്നേഴ്സ് ആണെങ്കിലും പാരൻസ് ആണെങ്കിലും മക്കളിൽ എല്ലാത്തിലും മോശമുണ്ട് നല്ലതുമുണ്ട്. ലൈഫിലെ കാര്യങ്ങളും അറിയാതെ ജഡ്ജ്മെന്റലായിട്ട് ഇങ്ങനെ പറയുമ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. അവരെ കുറിച്ച് ധാരണകളില്ല, അവരെ കുറിച്ച് എന്താണെന്ന് കൂടുതൽ അറിയാതെ ഒരു കമൻറ്റ് പറയാൻ. നോക്കൂ, ഈ വീഡിയോ എൻ്റെ വാട്സപ്പിൽ അയച്ചു തന്ന് പറയുകയാണ്, പാവം ഈ പെൺകുട്ടികളെ നീ എന്തിന് ട്രോളുന്നു, നിനക്ക് ആരാണ് അധികാരം തന്നത്? ഒരു കാര്യം പറയുകയാണ് പൊന്നാര മക്കളെ, ഞാൻ എന്തിന് ഇവരെ ട്രോളുന്നു? ഇവരുടെ പെറ്റ ഉമ്മക്കും ബാപ്പക്കും വേണ്ടിയിട്ടാണ്. അവർ എത്രമാത്രം ആഗ്രഹിക്കുന്നു ഈ പെണ്ണുങ്ങൾ, അതായത് ഈ രണ്ട് ആദിലയും നൂറയും ഒന്ന് പിരിഞ്ഞ് ഞങ്ങൾക്കൊപ്പം വരണം, അതിനുശേഷം ഒരു ആണുമായി വിവാഹം ചെയ്ത് നല്ല രീതിയിൽ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഇവരുടെ മാതാപിതാക്കൾ ചിന്തിക്കുന്നത്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഇട്ട് പറയുന്നതിൻ്റെ കാരണം അവരെ പിരിക്കാനല്ല. നിങ്ങളൊരു എക്സാമ്പിൾ ചിന്തിക്കണം. ഓക്കെ, അവർ രണ്ടുപേരും പിരിഞ്ഞാൽ എനിക്കെന്ത് കിട്ടും? എൻ്റെ അക്കൗണ്ടിലേക്ക് ആരെങ്കിലും പൈസ കൊണ്ടുവന്നിടോ? ഇല്ല. പക്ഷേ നിങ്ങൾ ചിന്തിക്കണം, അവർ രണ്ടുപേര് പിരിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തന്നെയാണ് ഗുണം. നിങ്ങളൊരു 10 വർഷം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. അതായത് അവർക്ക് കുറച്ച് ഏജ് ആവുന്ന സമയത്ത് മക്കളില്ല, അവരെ ആറ് നോക്കും? അതാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ പിരിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ചെറുപ്പമാണ്, 26 വയസ്സാണ് ഇവർക്ക് നിലവിലായത്. അപ്പോൾ ഇപ്പോൾ പിരിഞ്ഞു കഴിഞ്ഞാൽ നല്ല ചെക്കന്മാരെ കിട്ടും, നല്ലൊരു വിവാഹം കഴിക്കാം, അതിനുശേഷം കുട്ടികളാവും, നല്ല അടിപൊളിയായി കുടുംബജീവിതം മുന്നോട്ട് പോവാം. പൊന്നാര മക്കളെ, നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നെഗറ്റീവ് കമൻ്റ് ഇടുന്നവരും എനിക്ക് പേഴ്സണലി വാട്സപ്പിലും ഇൻസ്റ്റഗ്രാമിലും അയച്ചു തരുന്നവർ ഒരു കാര്യം മനസ്സിലാക്കണം, അവരെ പിരിച്ചുകൊണ്ട് എനിക്ക് ഒന്നും കിട്ടാനില്ല. അവരുടെ ഭാവിക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. അവർക്ക് പിരിഞ്ഞാൽ അവർക്ക് തന്നെ നല്ലതാണ്. ഓക്കെ, പിന്നെ ഒരു കാര്യം പറയുകയാണ്, ചിലർ പറയുന്നത് അവർ സെയിം സെക്സിന് വേണ്ടിയിട്ടാണ്. അതായത് അവർക്ക് ഒരു ആണുമായിട്ട് ഇഷ്ടമില്ല, ആണിനെ കാണാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് അവർ ലെസ്ബിയൻ കപ്പിളായി അവർ അങ്ങനെ ജീവിക്കുന്നതെന്നാണ് ചിലർ പറയുന്നത്. സോ അതിനുള്ള ഉത്തരം ഞാൻ പറയുകയാണ്, അത് എനിക്ക് പേഴ്സണലി അറിയില്ല. അതുകൊണ്ട് അവർക്കിനിപ്പോൾ ഈ പറയുന്ന പ്രശ്നമാണെങ്കിൽ അവരുടെ ലൈഫിൽ, അതായത് ഒരു പെണ്ണുമായി മാത്രമേ അവർക്ക് ശാരീരിക ബന്ധത്തിന് ഏർപ്പെടാൻ പറ്റും, അങ്ങനെ ഒരു ചിന്ത അല്ലെങ്കിൽ അങ്ങനെ ഒരു മൈൻഡ് സെറ്റാണ് അവർക്കുള്ളതെങ്കിൽ ഫൈൻ, ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു. ഞാൻ അവരുടെ വീഡിയോ ഇനി അപ്ലോഡ് ചെയ്യുന്നില്ല. അല്ലാത്ത പക്ഷം ഞാൻ പറയും. കാരണം അവർ പിരിഞ്ഞു കഴിഞ്ഞാൽ പൊന്നാര മക്കളെ എനിക്കൊന്നും കിട്ടാനില്ല. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് ഇത്ര അധികം ഭീഷണി വരാൻ കാരണം, ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. നോക്കൂ, ഏകദേശം 3 ലക്ഷം ആൾക്കാരാണ് ആ വീഡിയോ കണ്ടത്. അതിന് ഇഷ്ടം പോലെ പോസിറ്റീവ് കമൻറ്റും കുറച്ച് നെഗറ്റീവ് കമൻറ്റൊക്കെ വന്നിരുന്നു. പൊന്നാര മക്കളെ, ഒരു കാര്യം പറയുകയാണ്, ആരാണ് ബിഗ് ബോസ്? ബിഗ് ബോസ് എന്ന് പറയുന്നത് ഏഷ്യാനെറ്റിന് റിച്ച് ഉണ്ടാക്കി കൊടുക്കാൻ ബിഗ് ബോസ് എന്ത് പരിപാടിയും അവിടെ കാണിക്കും. അവർ എന്തിനാണ് ആദില നൂറയെ കൊണ്ടുപോയത് നിങ്ങൾക്കതറിയോ? അതായത് ആദില നൂറ അവിടെ ഇഷ്യൂസ് ഉണ്ടാവും, അവിടെ ഗെയിം കളിക്കുമ്പോൾ അവർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടാവും. അവർ രണ്ടുപേരും, ആ ബിഗ് ബോസ് എന്ന് പറയുന്ന സാധനം സ്ക്രിപ്റ്റഡ് അല്ല. ഓക്കെ, അപ്പോൾ അവർ രണ്ടുപേരും വാക്ക് തർക്കത്തിൽ അവിടെ പിരിഞ്ഞു കഴിഞ്ഞാൽ അവിടെ റിച്ച് ആവുന്നത് ബിഗ് ബോസ് ആണ് പൊന്നാര മക്കളെ. അതായത് ബിഗ് ബോസിന് ഇവരെ കൊണ്ടുപോയി പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല. എന്തിനു കൊണ്ടുപോയി? ഇവരെങ്ങാനും അവിടെ അടിയുണ്ടാക്കി കഴിഞ്ഞാൽ ബിഗ് ബോസിൻ്റെ റേറ്റിംഗ് നിങ്ങളൊന്ന് ചിന്തിക്കണം, ബിഗ് ബോസിൻ്റെ വ്യൂസ് നിങ്ങളൊന്ന് ചിന്തിക്കണം. അതായത് മില്യൺ കണക്കിന് ആൾക്കാരാണ് ബിഗ് ബോസ് കാണുന്നത്.
ഇപ്പോൾ ആദില നൂറ ഒരു പ്രൊമോ വരുന്നു, നിങ്ങൾ ചെറിയ രീതിയിൽ ഒന്ന് എക്സാമ്പിൾ ചിന്തിക്കുക. ആദില നൂറ പിരിയുന്നു എന്ന് പറഞ്ഞ ഒരു പ്രൊമോ, ആദില നൂറ രണ്ടുപേരും അടിയുണ്ടാക്കുന്ന ഒരു പ്രൊമോ ബിഗ് ബോസ് പുറത്ത് വിട്ട് കഴിഞ്ഞാൽ എന്താവും? സോഷ്യൽ മീഡിയ കുലുങ്ങൂലേ? ഇന്ത്യ മൊത്തത്തിൽ കാണൂലേ? ലോകം കാണൂലേ ഈ ഒരു ഷോ? അപ്പോൾ അതിന് വേണ്ടിയാണ് ബിഗ് ബോസ് മാസ്റ്റർ മൈൻഡായി ഇവരെ കൊണ്ടുപോയത്. ഓക്കെ, അതിന് ബിഗ് ബോസിന് കിട്ടുന്നുണ്ട്. അവർ അടിയുണ്ടാക്കുന്ന ചെറിയ രീതിയിൽ ലൈവിൽ, ഞാൻ ലൈവ് ഫുൾ ടൈം കാണുന്ന ഒരാളാണ്. അപ്പോൾ ആദിലൊക്കെ ഒരു അഭിപ്രായം ഉണ്ടാവുന്നു, നൂറൊക്കെ ഒരു അഭിപ്രായം ഉണ്ടാവുന്നു. ഓക്കെ, അതായത് ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുക്കുമ്പോൾ മാസ്റ്റർ മൈൻഡാണ് ബിഗ് ബോസ്. ബിഗ് ബോസിന് അവിടെ വേണ്ടത് കണ്ടന്റാണ്, റിച്ചാണ്. റിച്ച് കിട്ടിയാലേ പൈസ കിട്ടും. അതിന് ബിഗ് ബോസ് അവിടെ എന്ത് കളി വേണമെങ്കിലും ബിഗ് ബോസ് കളിക്കും. അപ്പോൾ ആദില നൂറ അടിയുണ്ടാക്കി കഴിഞ്ഞാൽ ബിഗ് ബോസിനാണ് ഗുണം. ഞാൻ ലൈവ് കാണുന്ന ഒരാളാണ്. ഇടയ്ക്കിടയ്ക്ക് ആദില നൂറ ചെറിയ രീതിയിൽ, അതായത് നൂറയെ കാണുമ്പോൾ ആദിലയ്ക്ക് പിടിക്കുന്നില്ല, ആദിലയെ കാണുമ്പോൾ നൂറയ്ക്ക് പിടിക്കുന്നില്ല, അതുള്ളതാണ്. ഞാൻ കണ്ടതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഒരു കാര്യം പറയുകയാണ് ഭീഷണിപ്പെടുത്തുന്നവരോട്, നിങ്ങൾ എത്ര ഭീഷണിപ്പെടുത്തിയിട്ടും ഒരു കാര്യവുമില്ല. ആദില നൂറ അവിടെ തെറ്റ് ചെയ്താൽ അവരവിടെ വെച്ച് കഴിഞ്ഞാൽ ഞാനത് വീഡിയോ ചെയ്യും, അത് ഉറപ്പാണ്. ഓക്കെ, അതിന് എനിക്ക് പേഴ്സണലി നിങ്ങൾ മെസ്സേജ് ഇട്ടിട്ട് ഒരു കാര്യവുമില്ല. ഒരു കാര്യം പറയുകയാണ്, അതായത് നിലവിലിപ്പോൾ ആദില നൂറ പിരിഞ്ഞു നിങ്ങൾ വെക്കുക, ആർക്കാണ് ഗുണം? ആദില നൂറക്കാണ്. ബിഗ് ബോസിൽ ആദില നൂറ പിരിഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസിനും ഗുണമുണ്ട്, ആദില നൂറക്കും ഗുണമുണ്ട്. കാരണം അവർക്ക് നല്ല ലൈഫാണുള്ളത്. നിങ്ങളൊരു 10 വർഷം എന്നെ നെഗറ്റീവായി ചിന്തിക്കുന്നവരോടാണ് പറയുന്നത്. ഒരു 10 വർഷം അല്ലെങ്കിൽ ഒരു 15 വർഷം കഴിഞ്ഞാൽ അവരുടെ അവസ്ഥ അവരാര് നോക്കും? വയസ്സായി കഴിഞ്ഞാൽ നമുക്ക് ആരെങ്കിലും ഒരാളെ തണലായി വേണ്ടേ? അപ്പോൾ ഇവർ രണ്ടുപേരും ഒരുമിച്ച് എത്ര കാലം ജീവിക്കും? ഇപ്പോൾ ചുണക്കുട്ടികളാണ്, ചോര തിളക്കുന്ന ഏജാണ്, ഇപ്പോൾ ഒന്നും ചിന്തിക്കൂല. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ ഇവർ എന്ത് ചെയ്യും? അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പ്രസംഗിക്കുന്നതല്ലാതെ വേറൊന്നുമില്ല. പിന്നെ കുറച്ച് പേര്, നീ മദ്രസ പൊട്ടനല്ലേ, നായിൻ്റെ മക്കളെ, ഒരു കാര്യം പറയുകയാണ്. ഓക്കെ, യൂട്യൂബിൽ ഇങ്ങനത്തെ വേർഡുകളൊന്നും യൂസ് ചെയ്യുന്ന ഒരാവശ്യമില്ല. ഞാൻ ഒരു മതത്തെ സപ്പോർട്ട് ചെയ്തിട്ടും ഇതുവരെ വീഡിയോ ചെയ്തിട്ടില്ല. എൻ്റെ പ്രൊഫൈൽ ജസ്റ്റ് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ അറിയാം. അതായത് നിങ്ങൾ ജസ്റ്റ് നോക്കൂ. അതായത് ഉസ്താദന്മാർ ചെയ്യുന്ന തെറ്റും സ്വാമിമാർ ചെയ്യുന്ന തെറ്റും പള്ളിയിൽ അച്ഛന്മാർ ചെയ്യുന്ന തെറ്റും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു സമൂഹത്തിന് ഒരിക്കലും സപ്പോർട്ടായിട്ട് ഞാൻ ചെയ്തിട്ടില്ല. ചിലരുടെ വിചാരം ആദില നൂറ മുസ്ലിം ആയതുകൊണ്ട് അവരെ ഞാൻ വിമർശിക്കുന്നു എന്നാണ്. അത് നിങ്ങളുടെ തോന്നൽ മാത്രമാണ്. അവരൊന്ന് പിരിയണമെന്ന് എനിക്ക് പേഴ്സണലി ആഗ്രഹമുണ്ട്. ഉള്ളതുപോലെ പറയണമല്ലോ. കാരണം അവർ പിരിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഫാമിലി, നിങ്ങൾ നോക്കൂ, ആദിലയുടെയും പിന്നീട് നൂറയുടെയും ഫാമിലി എത്ര കരഞ്ഞതാണ്. നമ്മൾ അവർ ഒന്നിക്കുന്ന സമയത്ത് ഞാനപ്പോൾ ചെറുപ്പത്തിലായിരുന്നു, SLC ഒക്കെ പഠിക്കുന്ന സമയമായിരുന്നു. എന്നാൽ ആ സമയത്ത് SLC അല്ല, ഇന്നും താഴെ പഠിക്കുന്ന സമയമായിരുന്നു. TV-യിലൊക്കെ ആദിലയുടെ ബാപ്പയും ഉമ്മയൊക്കെ കരയുന്നത് ഞാൻ കണ്ടതാണ്. അപ്പോൾ അവർ പിരിഞ്ഞു കഴിഞ്ഞാൽ അവർ എത്ര സന്തോഷിക്കും? ഏതൊരു മകനായാലും, ഏതൊരു ഉമ്മയായാലും, ഏതൊരു ബാപ്പയായാലും സ്വന്തം മക്കൾ തിരിച്ചു വരണം എന്ന് തന്നെ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഒരു കാര്യം ഞാൻ പറയുകയാണ് ആദിലയുടെ കുടുംബത്തോട്, അവർക്ക്, അതായത് സെയിം സെക്സ്, ഉദാഹരണം ഞാനിങ്ങനെ ഓപ്പണായി പറയുന്നത് നിങ്ങളൊന്നും വിചാരിക്കേണ്ട, ഈ ഒരു കോണ്ടന്റ് അങ്ങനെ ആയതുകൊണ്ടാണ്. അതായത് അവർക്ക് പെണ്ണുമായി ശാരീരിക ബന്ധത്തിൽ മാത്രം ഏർപ്പെടാൻ പറ്റും. അങ്ങനെ ഇപ്പം മനുഷ്യന്മാരല്ലേ, ചിലർക്ക് അങ്ങനെ ഉണ്ടാവുമല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ അവരെ ആ വഴിക്ക് വിടുന്നതാണ് നല്ലത്. അഥവാ അങ്ങനെയല്ല, നിങ്ങളുടെ വാശിയിലാണ് അവർ അങ്ങനെ ജീവിക്കുന്നത് എന്നെങ്കിൽ അവരെ തിരിച്ചു കൊണ്ടുവരേണ്ടത് നമ്മുടെയും ഒരു അത്യാവശ്യമാണ്. കാരണം നിങ്ങൾ ചോദിക്കും, എന്തിനാണ് ആദില നൂറയുടെ വിഷയത്തിൽ നീ ഇടപെടുന്നത്? ഇതിന് മാത്രമാണ്. അതായത് അവർ തിരിച്ച് വന്നു കഴിഞ്ഞാൽ അവിടെ 2 കുടുംബം ഒന്നാവും, അവർക്കും നല്ല കുടുംബം ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് പൊന്നാര മക്കളെ, വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല. ഓക്കെ, അപ്പോൾ ഏതായാലും ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഭീഷണിപ്പെടുത്തുന്നവരോട് പറയുകയാണ്, ഒരിക്കലും തളരൂല. തെറ്റുകളും ഇങ്ങനത്തെ കാര്യങ്ങളും ഞാൻ പറയും. അത് പറയാനുള്ള ധൈര്യം ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇതുപോലെ വിഷയമിടുന്നത്. ഞാൻ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് 4 മാസമായി, ഇതുവരെ പേടിച്ചിട്ട. എന്ത് തെറ്റ് ചെയ്താലും ഞാൻ ചൂണ്ടിക്കാണിച്ചു. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഏതായാലും ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ, ബൈ.